ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഗൗരിയും ശങ്കറും തിരുവനന്തപുരത്തേക്ക് പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ മഹാദേവനാണെങ്കിൽ നെഞ്ചുവേദന വരുന്നത് പോലെ അഭിനയിക്കുന്നു. അത് കാണുമ്പോൾ ശങ്കർ ആണെങ്കിൽ തീരുമാനം മാറ്റുകയാണ്. ഗൗരിയോട് പറയുന്നു, ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നില്ല എന്ന്. ഗൗരി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. പക്ഷെ ശങ്കർ അതൊന്നും കേൾക്കുന്നില്ല. ഗൗരി സങ്കടത്തോടെ മുകളിലേക്ക് പോകുന്നു. ഗൗരിയുടെ അടുത്തേക്ക് ശങ്കർ ചെല്ലുന്നു. ഗൗരി ആണെങ്കിൽ ശങ്കറിനോട് പറയാണ്, എനിക്ക് എൻ്റെ അച്ഛനെ രക്ഷിക്കണമെന്ന്. ശങ്കർ അപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പൊ നിനക്ക് എൻ്റെ ആവശ്യമുണ്ടല്ലേ എന്ന്. നീ ആണെങ്കിൽ എല്ലാവരോടും എന്ത് കാര്യങ്ങൾ വേണേലും മറച്ചു വെക്കാം, പക്ഷെ സ്വന്തം ഭർത്താവിനോട് മാത്രം ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. അതിന് നീ എന്നെ ഒരു ഭർത്താവായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. ശങ്കർ പറയുന്നു, നീ പുറത്ത് കാണിക്കുന്ന സ്വഭാവമല്ല നിന്റെ മനസ്സിലുള്ളത്. നീ ആണെങ്കിൽ എന്ത് ശ്രമിച്ചാലും ശരി, ഇനി നിനക്കൊരു വക്കീലിനെയും കിട്ടത്തില്ല. എന്തായാലും ഇലക്ഷൻ കഴിയാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഞാൻ നിന്നെ സഹായിക്കത്തുമില്ല എന്ന് പറയുന്നു. പിന്നീട് വിഷമിച്ചിരിക്കുന്ന ഗൗരിയെ കമലേട്ടത്തി ആശ്വസിപ്പിക്കുന്നു. ആ സമയത്ത് രാധാമണി തങ്കച്ചി അവിടേക്ക് വരുന്നുണ്ട്. രാധാമണി തങ്കച്ചി ആണെങ്കിൽ കൊലയാളിയുടെ മകളെന്നൊക്കെ പറഞ്ഞ് ഗൗരിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പിന്നെ മഹാദേവൻ ആണെങ്കിൽ ശങ്കറിനോട് പറയാണ്, നീ ആണെങ്കിൽ ഗൗരിയെ വിഷമിപ്പിക്കാതെ, അവൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ പോകട്ടെ എന്ന് പറയുന്നു. മഹാദേവൻ ചോദിക്കുന്നുണ്ട്, ഗൗരി എവിടെയെന്ന്. ആ സമയത്ത് രാധാമണി തങ്കച്ചി പറയാണ്, അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കൂട്ടിനാണെങ്കിൽ ആ കമലയും ഉണ്ടെന്നൊക്കെ പറയുന്നു. മഹാദേവൻ ആണെങ്കിൽ ഗൗരിയെ വിളിക്കാനെന്ന് പറയുന്നു. ഗൗരി ആണെങ്കിൽ താഴേക്ക് വരുന്നു. ഗൗരിയോട് മഹാദേവൻ പറയാണ്, മോള് മോളുടെ അച്ഛനെ രക്ഷിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം എന്നൊക്കെ. ഗൗരിക്ക് ആ സമയത്ത് ആദർശിന്റെ ഫോൺ വരുന്നു. ആദർശാണെങ്കിൽ ഗൗരിയോട് പറയാണ്, ഗൗരി നീ വരാതിരുന്നത് നന്നായി, എന്തായാലും നമ്മുടെ കേസ് ഏറ്റെടുക്കാൻ ആ വക്കീല് തയ്യാറല്ല എന്ന് പറഞ്ഞു എന്ന് സൂചിപ്പിക്കുന്നു. മഹാദേവനെ പേടിച്ചിട്ടാണ് ആരും കേസ് എടുക്കാത്തത്, പലയിടത്തും ഞാൻ അന്വേഷിച്ചിട്ടും ആരും കേസ് ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുന്നു. ഗൗരി ഫോൺ വെച്ചതിന് ശേഷം എല്ലാവരോടും കാര്യം പറയുന്നു. അത് കേൾക്കുമ്പോൾ മഹാദേവൻ പറയാണ്, മോൾ അങ്ങനെയൊന്നും തോറ്റു പിന്മാറാൻ പാടില്ല, സുപ്രീം കോടതി വരെ പോകണമെങ്കിലും പോകണം, മോളുടെ സ്വന്തം അച്ഛനല്ലേ, അതിനുവേണ്ടി ശ്രമിക്കണമെന്നൊക്കെ പറയുന്നു. ഗൗരി അപ്പോൾ ഉറച്ച തീരുമാനത്തോടെ പറയാണ്, ഞാൻ ഉറപ്പായിട്ടും എൻ്റെ അച്ഛനെ രക്ഷിച്ചിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഞാൻ പ്രൊഫസറിന്റെ മകളാണെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നൊക്കെ പറയുന്നു. ഗൗരി പോയതിനു ശേഷം മഹാദേവൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. ആദർശ് വീട്ടിൽ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഒരു വക്കീലും നമ്മുടെ കേസ് ഏറ്റെടുക്കത്തില്ല, ചാരങ്ങാട്ട് മഹാദേവനാണ് കാരണം, അയാൾ നമ്മളെ ദ്രോഹിക്കുകയാണെന്നൊക്കെ പറയുന്നു. നന്ദിനിയമ്മ അപ്പോൾ ചോദിക്കുകയാണ്, നമ്മളെ അദ്ദേഹം സഹായിക്കാനല്ലേ ശ്രമിച്ചതെന്ന്. ആ സമയത്ത് ആദർശ് പറയാണ്, അത് നേരത്തെ, ഇപ്പോഴങ്ങനെയല്ല എന്ന്. ഇലക്ഷനിൽ അയാൾക്ക് ജയിക്കണം, അതുവരെ നമ്മുടെ അച്ഛനെ അയാൾ പുറത്തിറക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് വേണി വന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്, എൻ്റെ അച്ഛനെ കുറ്റപ്പെടുത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യമേ കേസ് ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ പ്രൊഫസർ അല്ലേ ജയിലിൽ കിടക്കാമെന്ന് പറഞ്ഞത്, അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, ഇലക്ഷൻ വരെ വെയിറ്റ് ചെയ്തു കൂടെ എന്നൊക്കെ ചോദിക്കുന്നു. ആദർശന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. ആദർശാണെങ്കിൽ വേണിയെ വഴക്ക് പറയുന്നു, എൻ്റെ മുന്നിൽ നിന്ന് പൊക്കോളാൻ എന്നൊക്കെ പറയാണ്. വേണിയും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. രണ്ടുപേരും തമ്മിൽ നല്ല വഴക്ക് നടക്കുകയാണ്. ആ സമയത്ത് നന്ദിനി അമ്മ രണ്ടുപേരോടും മിണ്ടായിരിക്കാൻ പറയുന്നു. രണ്ടുപേരും പ്രശ്നമുണ്ടാക്കാതെ എൻ്റെ മുന്നിൽ നിന്നും പൊക്കോണമെന്ന് പറഞ്ഞ് വഴക്ക് പറയുകയാണ്. പിന്നീട് ഗൗരി ആണെങ്കിൽ ശങ്കറിനോട് എൻ്റെ അച്ഛനെ എനിക്ക് രക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ശങ്കർ പറയാണ്, എൻ്റെ അച്ഛനാണെങ്കിൽ ചില സമയത്ത് നല്ല കാര്യങ്ങളാണ് പറയുന്നത്, അച്ഛനാണെങ്കിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതൊക്കെ കണ്ടോ എന്ന് പറയുന്നു. ഗൗരി അപ്പോൾ പറയാണ്, ഇനിയും അച്ഛനു വേണ്ടി പുതിയൊരു വക്കീലിനെ നോക്കിയാലോ എന്ന്. ശങ്കർ അപ്പോൾ പറയാണ്, ഞാനും അത് പറയാൻ വേണ്ടി ഇരുന്നതാണെന്ന്. ഗൗരി അപ്പോൾ ചോദിക്കുകയാണ്, എങ്കിൽ എൻ്റെ കൂടെ ശങ്കറും വക്കീലിനെ കാണാൻ വരുമോ എന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്